ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഇവിടത്തിൽ ഒരുമിപ്പിച്ചതുപോലെ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ പ്രതീക്ഷയാകുന്ന സ്വർഗീയ പൂങ്കാവനത്തിലും നമുക്കേറ്റവും വേണ്ടപ്പെട്ടവരോടൊപ്പം നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സർവമാന ദോഷങ്ങളും കാരുണ്യക്കടലായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയവർക്കും അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ നമ്മുടെ കുടുംബത്തിൻ്റെ ഒപ്പം ദീർഘകാലം സന്തോഷത്തോടെ ജീവിക്കുവാൻ, ആ ജീവിതം പരിപൂർണമാകുന്ന നേരത്ത് പരിശുദ്ധമായ കലിമത്ത് ത്വയ്യിബ ചൊല്ലി മരണപ്പെടുവാനും പ്രപഞ്ചനാഥനായ റബ്ബ് ഭാഗ്യം നസ്ബീബാക്കുമാറാകട്ടെ. ആമീൻ എന്നാമുഖമായി ദുആ ചെയ്യുകയാണ്. ഈസവി കലണ്ടർ അനുസരിച്ച് അവസാന മാസമാകുന്ന ഡിസംബർ മാസത്തിലാണ് നമ്മളുള്ളത്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രവർഷ കണക്കനുസരിച്ചുള്ള മാസങ്ങളാണ് പ്രാഥമികമായും പരിഗണിക്കേണ്ടതെങ്കിലും ലോക നടപ്പനുസരിച്ചും നാട്ടുനടപ്പനുസരിച്ചുമൊക്കെ വ്യാപകമായ പ്രയോഗമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളും ഏറെക്കുറെ ഈസവി കലണ്ടർ, അതായത് ക്രൈസ്തവ കലണ്ടർ, ഇംഗ്ലീഷ് കലണ്ടറാണ് നമ്മളും ഏറെക്കുറെ പരിഗണിക്കുന്നതും ആധികാരികമാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും തീയതികളൊക്കെ കുറിക്കുന്നതിന് നമ്മൾ പ്രമാണമാക്കാറുള്ളത്. സത്യത്തിൽ എല്ലാ മതങ്ങൾക്കും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ദിവസങ്ങളും തീയതികളും ഒക്കെ ഉണ്ട്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, യഹൂദരെ സംബന്ധിച്ചിടത്തോളമുള്ള കലണ്ടർ ആണെന്ന് ലോകവ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കലണ്ടർ. മുസ്ലിമീങ്ങൾക്ക് ഹിജറ വർഷം എന്ന് പറയുന്നത് പോലെ, ഹൈന്ദവർക്ക് മലയാള മാസവർഷം എന്നൊക്കെ പറയുന്നത് പോലെ മതാടിസ്ഥാനത്തിലും അങ്ങനെ കലണ്ടറുകളൊക്കെ ഉണ്ട് എന്ന് സാരം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ എന്ന് പറയുമ്പോൾ, ഡിസംബർ എന്ന ആ മാസവുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ മറ്റൊരു സംഗതി എന്നുള്ളത്, ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങളുമായി ഏറ്റവും കൂടുതൽ സാമീപ്യമുള്ള ഒരു മതം ഏത് എന്ന് പരിശോധിക്കുമ്പോൾ പ്രവാചകന്മാരുടെ വിഷയത്തിലും വേദഗ്രന്ഥങ്ങളുടെ വിഷയത്തിലും വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിലുമൊക്കെ ഏറെക്കുറെ സാമീപ്യമുള്ളത് ക്രൈസ്തവരുമായിട്ടാണ്. നമുക്കുള്ളതായ പ്രവാചകന്മാർ നൂഹ് നബി, മൂസ നബി, യാക്കൂബ് നബി, ഇസ്ഹാഖ് നബി, യൂസുഫ് നബി പോലെയുള്ള പ്രവാചകന്മാരും അതേ പേരിനോട് രൂപസാദൃശ്യമുള്ള പ്രവാചകന്മാരും ഈ ക്രൈസ്തവർക്കുമുണ്ട്. ജേക്കബ്, ജോസഫ്, നോഹ എന്നൊക്കെ പറയുന്നത് പോലെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള മുതലുള്ള പ്രവാചകന്മാരുടെ ഒക്കെ ലിസ്റ്റുകൾ ക്രൈസ്തവരുടെ കയ്യിലും അവരുടെ വേദഗ്രന്ഥത്തിലുമൊക്കെ ഉള്ളതാണ്. ഇപ്പൊ ചുരുക്കത്തിൽ ഡിസംബർ ആയി കഴിയുമ്പോൾ മൊത്തത്തിൽ നമ്മുടെയൊക്കെ ലോകാടിസ്ഥാനത്തിൽ, ആഗോള അടിസ്ഥാനത്തിൽ ക്രൈസ്തവരുടെ ദൈവമായി അവർ സങ്കല്പിക്കുന്ന, കരുതുന്ന, വിശ്വസിക്കുന്ന ഈസാ നബിയുമായി ബന്ധപ്പെട്ട് നാം കുറച്ച് മനസ്സിലാക്കലും അറിഞ്ഞിരിക്കലും അത്യാവശ്യമാണ്. കാരണം പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഈ മതേതര രാഷ്ട്രത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഓണമായാലും ക്രിസ്മസ് ആയാലും വിഷു ആയാലും ദീപാവലി ആയാലും പെരുന്നാളായാലും നബിദിനമായാലും എല്ലാം എല്ലാവരും ആഘോഷിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്താണ്, മതത്തിൻ്റെ നിയമം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനപ്പുറം നമ്മളൊക്കെ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ കൂട്ടമായി സംഘമായി ജീവിക്കുന്ന മതവിശ്വാസികൾ, പല മതവിശ്വാസികളും ഒരുമിച്ച് കൂടി ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ പറ്റൂ എന്നുള്ള ചില ചിന്തകളും ധാരണകളുമാണ് നമ്മളെയൊക്കെ പിടിച്ചു വച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
യഥാർത്ഥ മുഅ്മിനായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റു മതങ്ങളെ അനുകരിക്കാനോ അവരുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാനോ അവരുടെ ആചാരങ്ങളോട് തത്തുല്യമായ രീതിയിൽ വീട്ടിലോ നമ്മുടെ സ്ഥലങ്ങളിലോ പൊതുസ്ഥലങ്ങളിലോ ആഘോഷങ്ങൾ ഉണ്ടാക്കുവാനോ സാധിക്കുന്നതല്ല, അനുവദനീയമല്ല. യഥാർത്ഥ മുസ്ലിം അങ്ങനെയാണ്. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും, ഒരാൾക്കിപ്പോൾ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമായി ജീവിക്കൽ ശരിക്കും അനുവദനീയമായി ശരിക്കും സാധിക്കുമോ? അതിനെന്താണ് തടസ്സം? നമ്മളൊക്കെ മുസ്ലിമീങ്ങളായി തന്നെയല്ലേ ഇത്രയും കാലം ജീവിച്ചു വന്നതും? നമ്മളൊക്കെ മുസ്ലിമായി തന്നെ ജീവിക്കാനും മരിക്കാനും ആഗ്രഹിക്കുന്നവരുമല്ലേ? നമ്മളൊക്കെ മുസ്ലിമായി മരിച്ചാൽ മാത്രമേ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ വിജയം ലഭിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരും തന്നെയല്ലേ നമ്മൾ? പിന്നെ എന്താണ് നമുക്ക് മുസ്ലിമായി ജീവിക്കുന്നതിന് തടസ്സം? രാജ്യത്തിന്റെ നിയമമാണോ? ഒരിക്കലും രാജ്യ നിയമം ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കുന്നതിന് തടസ്സമല്ല. ഒരു ഹൈന്ദവന് ഹിന്ദുവായി ജീവിക്കുന്നതിന് ഈ രാജ്യ നിയമം തടസ്സമല്ല. ഒരു ക്രൈസ്തവന് ക്രിസ്ത്യാനിയായി ജൂതന് യഹൂദനായി ജീവിക്കാൻ ഈ രാജ്യത്തെ നിയമം യാതൊരു തടസ്സവും വെക്കുന്നില്ല. എന്നു മാത്രമല്ല, ഒരു ലോകത്തൊരു സ്ഥലത്തും ഒരു പ്രത്യേകിച്ചൊരു മതവിശ്വാസത്തിനെ നിരാകരിക്കുകയോ തടസ്സപ്പെടുത്തുകയോ നിർബന്ധിക്കുകയോ ചെയ്യുന്നില്ല. ചുരുക്കത്തിൽ നമ്മൾ നോക്കിയാൽ എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഏത് മതമനുസരിച്ചും മതമില്ലാതെയുമൊക്കെ ജീവിക്കൽ സാധ്യമായ സംഗതിയാണ്. അപ്പോൾ പിന്നെ നാം എന്തിനാണ് ഇത്തരത്തിൽ ക്രിസ്ത്യാനികളുടെ ആഘോഷങ്ങളായ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് എന്തിനാണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ പെട്ടുപോയിട്ടുള്ളതായ അപകടത്തിന്റെ വ്യാപ്തിയൊക്കെ മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം, പരിശുദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന്റെ അവസാന വാക്കതാണ്. ഒരു മുസ്ലിമായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവസാന വാക്ക് പരിശുദ്ധമായ ഖുർആനും ഹദീസുമാണ്. ഇനി അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലും നിയമങ്ങൾ നമ്മൾ നോക്കിയിട്ട് ഖുർആനിൽ നോക്കിയിട്ട് കാണുന്നില്ല, നമ്മൾ ഹദീസിൽ നോക്കിയിട്ട് കാണുന്നില്ല, അങ്ങനെ സ്വയം നോക്കി മസ്അലകളോ വിധികളോ കണ്ടെടുക്കാൻ അർഹരുമല്ല നമ്മൾ. അത് വേറൊരു വിഷയം. ഖുർആനിലുണ്ടല്ലോ, ഹദീസിലുണ്ടല്ലോ. ഖുർആനിൽ ഇങ്ങനെയല്ലേ ഉള്ളൂ, ഹദീസിൽ ഇങ്ങനെയല്ലേ ഉള്ളൂ. ഖുർആനിൽ ഇത് ഇല്ലല്ലോ, ഹദീസിൽ ഇല്ലല്ലോ എന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കാൻ നമ്മളാരും അർഹനല്ല എന്നുള്ള ആ മഹാവെളിവ് ആദ്യം നമുക്കുണ്ടാകണം. അതൊരു വലിയ വെളിവാണ്. ഖുർആനിൽ നേരെ ഇപ്പൊ എനിക്കാണെങ്കിൽ പോലും ഖുർആൻ നോക്കി എന്തെങ്കിലും മസ്അല പറയാൻ അതെനിക്കും സാധ്യമല്ല. ഹദീസ് നോക്കിയൊരു മസ്അല പറയാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ എന്തെങ്കിലും മതനിയമങ്ങൾ പറയേണ്ടതുണ്ടെങ്കിൽ, ആരാധനകർമ്മമായിട്ടുള്ളതായ നിയമങ്ങൾ ഞാൻ ഇവിടെ ഉറക്കെ പറയേണ്ടതുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ഖുർആനും ഹദീസും നോക്കി പഠിച്ച് മനനം ചെയ്ത് വിശദമായി വിശാലമായി പഠിച്ചതിന് കൃത്യമായി എഴുതി വെക്കപ്പെട്ടതായ കർമ്മശാസ്ത്ര കിതാബുകൾ പരിശോധിച്ചിട്ടാണ് എനിക്കെന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഞാൻ 10ൽ കൂടുതൽ ഹദീസുകൾ ചിലപ്പോൾ മനഃപ്പാടമുള്ള ആളായിക്കൊള്ളണമെന്നില്ല. ഖുർആൻ ഏതെങ്കിലും ഒരു ജുസുഅ് മനഃപ്പാടമെന്നല്ലാതെ 30 ജുസുഅ് മനഃപ്പാടം ഉള്ള ആളായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ മഹാന്മാരായ ആലിമീങ്ങൾ പഠിച്ച് വിശകലനം ചെയ്ത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതായ കിതാബുകൾ പഠിച്ചിട്ടാണ് നമ്മളൊക്കെ മസ്അലകളും വിഷയങ്ങളുമൊക്കെ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ ഖുർആനും ഹദീസും ഇജ്മാഅ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ അവലോകനങ്ങളുമാണ് നമ്മുടെയൊക്കെ ആധികാരികമായ വിഷയമെന്ന് പറയുന്നത്. ഇതനുസരിച്ച് പരിശുദ്ധമായ ഖുർആൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. തിരുസുന്നത്തിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈസാ നബിയെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പരിശുദ്ധമായ ഖുർആനിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് 25 ഇടങ്ങളിലാണ്. 25 തവണയാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവരുടെ ജനനം മുതൽ ബഹുമാനപ്പെട്ടവരുടെ ഉമ്മയായ മറിയം ബീവി അലൈഹിമസ്സലാത്തു വസ്സലാമയെ പറ്റി, ബഹുമാനപ്പെട്ടവരുടെ ജനനത്തെപ്പറ്റി, ആ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ഗർഭവേദനയുമായി പ്രസവവേദനയുമായി ഉണ്ടായതായ രംഗത്തെപ്പറ്റിയൊക്കെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് എന്താ? മറിയം ബീവി അലൈഹിമസ്സലാത്തു വസ്സലാം, മറിയം ബീവി അലൈഹിമസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ ഒരിക്കലൊരു നേർച്ച നേറുകയുണ്ടായി. മറിയം ബീവി ഉണ്ടാകുന്നതിന് മുമ്പേ ഉമ്മ നേർച്ച നേർന്നു, എൻ്റെ വയറ്റിലുണ്ടാകുന്ന കുട്ടി, എൻ്റെ വയറ്റിൽ എനിക്ക് ജനിക്കുന്ന കുട്ടിയെ
ബഹുമാനപ്പെട്ട മസ്ജിദുൽ അഖ്സയുടെ ആ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി ഞാനിതാ നേർച്ചയാക്കുന്നു എന്ന് മറിയം ബീവി അലൈഹിമസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ നേർച്ചയാക്കുകയാണ്. മറിയം ബീവിയുടെ ഉമ്മ പ്രസവിക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ് ജനിക്കുന്നത്. എന്നാലും തന്റെ നേർച്ച നിറവേറുവാനുള്ള ഉത്തരവാദിത്വത്തിൽ മറിയം ബീവി അലൈഹിമസ്സലാത്തു വസ്സലാമിന്റെ ആ ഉമ്മ മറിയം ബീവിയെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈകളിലേക്ക്, പള്ളിയിലെ ഉസ്താദിന്റെ കയ്യിലേക്ക് ഉത്തരവാദിത്തമായി ഏൽപ്പിക്കുകയാണ്. പള്ളിയുടെ കാര്യങ്ങൾ നോക്കാൻ, പള്ളി അടിച്ചു വാരാൻ, പള്ളിയുടെ ഖിദ്മത്തുകൾ ചെയ്യാൻ വേണ്ടി മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഏൽപ്പിക്കുകയാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും പള്ളിയുടെ വൃത്തിയാക്കൽ മറ്റു പരിപാടികളെല്ലാം കഴിഞ്ഞ് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം തയ്യാറാക്കി കൊടുത്തതായ പ്രത്യേകമായ റൂമിൽ പോയി മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ഇരിക്കുകയാണ്. വീട്ടിലേക്ക് പോകുന്നില്ല. അങ്ങനെ കഴിഞ്ഞു പോകവെയാണ് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അല്ലാഹുവിന്റെ കലിമത്തിനെ, അല്ലാഹുവിന്റെ റൂഹിനെ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് പ്രവേശിപ്പിക്കുകയും ആ പ്രവേശിപ്പിച്ചതിലാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ഗർഭവതിയാവുകയും ചെയ്തത്. ഈസാ നബിയെ ഗർഭിണിയായത് അങ്ങനെയാണ്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഗർഭിണിയായി മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം പ്രസവിച്ചു. അപ്പോഴോ ആ നാട്ടിലുള്ളതായ ആളുകൾ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വന്ന് ചോദിക്കുകയാണ്, യാ മറിയമേ, നീ നല്ലൊരു പെൺകുട്ടിയായിരുന്നല്ലോ, നിന്റെ വാപ്പയും നല്ല മനുഷ്യനായിരുന്നല്ലോ, നിന്റെ ഉമ്മയും നല്ല മനുഷ്യയായിരുന്നല്ലോ, നല്ല സ്ത്രീയായിരുന്നല്ലോ, പിന്നെ നിനക്കിതെന്ത് പറ്റി എന്ന് മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അടുത്തിരിക്കുന്ന തൊട്ടിലിൽ കിടക്കുന്ന ഈസാ നബി, ചെറിയ കുട്ടിയാണ്, ഈസാ നബിയിലേക്ക് ചൂണ്ടിയിട്ട് അവിടെ ചോദിക്കണം, ഇതിന് ഉത്തരം അവിടെ നിന്ന് കിട്ടുമെന്നുള്ളതായ രീതിയിൽ തൊട്ടിലിലേക്ക് ആംഗ്യം കാണിക്കുകയാണ്. അങ്ങനെ കൂടിയിട്ടുള്ള ആളുകൾ, ഒരുമിച്ച് കൂടിയ ആളുകൾ തൊട്ടിലിന്റെ അടുക്കൽ ചെന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നോക്കി അവിടത്തേക്ക് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി തൊട്ടിലിൽ കിടന്നുകൊണ്ട് പറയുന്നു, ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ്, അല്ലാഹു എനിക്കൊരു വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ നൽകും. വജഅലനി നബിയ്യാ, സൂറത്ത് മറിയം 30-ാമത്തെ വലിയ ആയത്താണ് ഓതി വെച്ചത്. ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ്, എനിക്കൊരു വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. വജഅലനി നബിയ്യ, ഞാനൊരു പ്രവാചകനുമാണ്, ഞാനൊരു നബിയുമായിട്ട് മാറുന്നതാണ്. ഇതാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച് വന്നുകൂടിയതായ ആളുകളോട് പറയുന്നത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലാണ്, താൻ ദൈവപുത്രനല്ല, താൻ ദൈവവുമല്ല, ഞാനൊരു ദൈവത്തിന്റെ പിതാവുമല്ല എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രസ്താവിച്ചതായി പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മോട് പറയുന്നുണ്ട്. അപ്പോ ക്രൈസ്തവർ വിശ്വസിക്കുന്ന വിശ്വാസമോ അതവരുടെ വിശ്വാസമാണ്, അതവർക്ക് വിട്ടുകൊടുത്തേക്കുക. പിന്നീട് ഖിയാമത്ത് നാൾ കഴിഞ്ഞ് അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു ഇതിനെ സംബന്ധിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യരംഗമുണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേ പ്രവാചകർ തന്നെ പഠിപ്പിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകാവസാനമായി കഴിയുമ്പോൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നതാണ്. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അവസാന പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തിനെ ഈ ലോകത്ത് പഠിപ്പിക്കുകയും പ്രബോധനം ചെയ്യുന്നതാണ്. അങ്ങനെ അവസാനം മദീനയിൽ വെച്ച് മരണപ്പെടുകയും മുത്തുനബി തങ്ങളുടെ ഖബറിന്റെ ചാരയായി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മറവ് ചെയ്യുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈസാ നബിയെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വിശ്വാസമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഈസാ നബി പറഞ്ഞത്, ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ, ഞാൻ വെറും അല്ലാഹുവിന്റെ അബ്ദു മാത്രമാണ്, അല്ലാഹുവിന്റെ ദൂതൻ മാത്രമാണ് എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രസ്താവിക്കുകയാണ്. രണ്ടാമതായി ഈസാ നബി പറയുന്നത് എന്താ, എനിക്ക് മുമ്പ് വന്നിട്ടുള്ളതായ
തൗറാത്തിനെ ഞാൻ അംഗീകരിക്കുന്നു. ആ തൗറാത്തിൽ എന്താ പറയുന്നതെന്നറിയുമോ? ആകാശത്തിന് താഴെയോ ഭൂമിക്ക് മുകളിലോ ഈ ദുനിയാവിലുള്ളതായ ഒരു വസ്തുവിന്റെ പോലും രൂപങ്ങൾ ഉണ്ടാക്കി അല്ലാഹുവിനെ കൂടാതെ മറ്റൊരു ദൈവങ്ങളെയും നിങ്ങൾ ആരാധിക്കരുതെന്നാണ്. അതേ കാര്യം തന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം ചെയ്തത്. മൂന്നാമതായി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, അവസാന കാലമാകുമ്പോ ഒരു പ്രവാചകൻ ഈ ദുനിയാവിലേക്ക് വരും. ആ പ്രവാചകനെ പറ്റിയിട്ടുള്ളതായ സന്തോഷ വാർത്ത അറിയിക്കാനുമാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. ഈസാ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. പിന്നീട് ഒരു പ്രവാചകൻ വരും, ആ പ്രവാചകന്റെ പേര് അഹ്മദ് എന്നായിരിക്കും എന്ന് സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലയോ ബനു ഇസ്രായേലുകാരെ ഞാൻ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്. ഈ വേദങ്ങളെയൊക്കെ മനസ്സിലാക്കിയിരുന്നത് ആളുകളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറുപ്പകാലഘട്ടത്തിലെ യാത്രയിൽ നബി തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന നബി തങ്ങളെ സംരക്ഷിച്ചിരുന്നവരോട് പോയി പറഞ്ഞത്, ഈ കുട്ടിയിൽ അവസാന പ്രവാചകന്റെ ചില അടയാളങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് യഹൂദന്മാരുടെ കയ്യിൽ കാണാതെ ജൂതന്മാരുടെ കയ്യിൽ പെടാതെ നിങ്ങൾ ഈ കുട്ടിയെ സംരക്ഷിക്കണം. ഇല്ലെങ്കിൽ അവരുടെ കയ്യിൽ കിട്ടിയാൽ ഈ കുട്ടിയെ അവർ കൊന്നുകളയാൻ സാധ്യതയുണ്ട് എന്ന് നബി തങ്ങളുടെ ചെറുപ്പകാലഘട്ടത്തിലെ യാത്രയിൽ മഹാന്മാരായ ഈ ജൂത നേതാക്കന്മാർ, ജൂത പുരോഹിതന്മാർ പറഞ്ഞിട്ടുണ്ടത്രേ. ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന കഥകളാണ്, സംഭവങ്ങളാണ്, ഹദീസുകളാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മാലോകരോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ലോകത്തേക്ക് വന്നിട്ടുള്ളത്. അല്ലാതെ ദൈവമാണെന്നൊരിക്കലും പറഞ്ഞിട്ടില്ല, ദൈവപുത്രനാണെന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ പിതാവാണെന്നും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടില്ല. പിന്നീട് കടന്നു വന്നതായ ജനതയാണ് ഈസാ നബിയെ പ്രവാചകനാക്കി വെച്ചത്. പിന്നീട് കടന്നു വന്നവരാണ് ഈസാ നബിയെ ദൈവമാക്കി വെച്ചത്, ദൈവപുത്രനാക്കി വെച്ചതും ദൈവത്തിന്റെ പിതാവാക്കി വെച്ചതും. ത്രിയേകത്വം എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ ദൈവം, അല്ലെങ്കിൽ ദൈവപുത്രൻ, അല്ലെങ്കിൽ ദൈവപിതാവ്. ഈ മൂന്നാലൊന്നാണ് ഈസാ നബി. അതുകൊണ്ട് ഈസാ നബിയെ ദൈവമായി അംഗീകരിച്ചു പോരുന്ന ഒരു വിഭാഗം അവരാണ് നമ്മുടെയൊക്കെ നാട്ടിലുള്ള ക്രൈസ്തവരും നമ്മുടെയൊക്കെ നാട്ടിലുള്ള ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകൾ. അവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ സംഗതി എന്താണ്? ക്രിസ്മസ് ആകട്ടെ, അല്ലെങ്കിൽ ഓണമാകട്ടെ, അങ്ങനെയുള്ളതായ മറ്റു മതങ്ങളുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് നാം സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അവിടെയാണ് നമ്മുടെയൊക്കെ ഒരു ചിന്തയും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വിഷയവും. അപ്പോൾ നമ്മളൊക്കെ മുസ്ലിമീങ്ങൾ, നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ ഇപ്പൊ ക്രൈസ്തവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കണ്ട എന്നാണോ പറയുന്നത്? പങ്കെടുക്കണ്ട എന്ന് തന്നെയാണ് ഈ പറയുന്നത്. സ്റ്റാർ തൂക്കാനോ, ക്രിസ്മസ് ആഘോഷങ്ങൾ കരോളുകൾ നടത്താനോ, പപ്പാനിയെ അണിയിക്കാനോ, മറ്റുള്ളതായ ആഘോഷങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതായ അവരുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂദാവൂദ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം, ഹദീസിന്റെ ഗ്രന്ഥത്തിലുണ്ട്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ തശബ്ബഹ ബിഖൗമിൻ, ആരെങ്കിലും ഏതെങ്കിലും ഒരു ജനതയോട് അവരുടെ ആഘോഷങ്ങളിൽ, ആരാധനകളിൽ, വസ്ത്രധാരണങ്ങളിൽ പോലും തുല്യതയായാൽ, സാദൃശ്യമായാൽ, താരതമ്യമായാൽ ഫഹുവ മിൻഹും, അവൻ പിന്നെ പേരുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ട് കാര്യമില്ല. റേഷൻ കാർഡിൽ മുസ്ലിം ഇസ്ലാം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഫഹുവ മിൻഹും, അവൻ ആ വിഭാഗത്തിൽപ്പെട്ടവൻ തന്നെയാണ്. എവിടെ? അള്ളാഹുവിന്റെ കോടതിയിൽ. എവിടെ? അള്ളാഹുവിന്റെ കോടതിയിൽ. അവൻ ക്രിസ്മസ് ആഘോഷിച്ച് പള്ളിയിലേക്ക് വരുമ്പോ പള്ളിയിൽ തടയാൻ നമുക്ക് പറ്റുമോ? ചിലപ്പോൾ അവൻ പറഞ്ഞ് പള്ളിയിലേക്ക് കയറി വരും. ക്രിസ്മസ് ആഘോഷിക്കുന്നവൻ കയറി വരും, ഓണം ആഘോഷിക്കുന്നവനും പള്ളിയിൽ ജുമുഅക്ക് കയറി വരും. തടയാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? പക്ഷേ ഫഹുവ മിൻഹും, അള്ളാഹുവിന്റെ കോടതിയിൽ അവൻ ക്രിസ്ത്യാനിയായിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുക, അവനെ ജൂതനായി തന്നെയാണ് പരിഗണിക്കപ്പെടുക, അവനെ നസ്റാനിയായി തന്നെയാണ് പരിഗണിക്കപ്പെടുക. കാരണം മൻ തശബ്ബഹ മിൻഹും, ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ആഘോഷങ്ങളിൽ, മുസ്ലിമിന്റെ
ആഘോഷങ്ങളിൽ ഒരു കാരണവശാലും മറ്റു മതങ്ങളുടെ ആഘോഷങ്ങൾ കടന്നു വരാൻ പാടില്ല. ക്രിസ്മസ് ആഘോഷിക്കുന്ന വിഷയത്തിൽ നമ്മൾ വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. പിന്നെ മതേതര രാജ്യമായ നമ്മുടെ രാജ്യത്ത് പിന്നെ നമ്മൾ എടുക്കേണ്ട നിലപാട് എന്താണ്? നമ്മളൊരു സ്റ്റാർ തൂക്കുന്നതിൽ കുഴപ്പം എന്താണ്? ഓണത്തിന് സദ്യ ഉണ്ടാക്കി കഴിക്കുന്നതിന് എന്താ കുഴപ്പം എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമ്മൾ അതിനൊരു പരിഹാരം വേണമല്ലോ. നമ്മളൊരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുമ്പോൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണവൻ നമ്മിൽ പെട്ടവനല്ല എന്ന അത്രത്തോളം അയൽവാസിയുമായി ബന്ധപ്പെടുത്തി നമ്മളെ ഇത്രമാത്രം നമ്മുടെ കമ്മ്യൂണിറ്റിയെ വളരെ ബന്ധപ്പെടുത്തി വച്ചിട്ടുള്ളപ്പോൾ എങ്ങനെയാണ് ഉസ്താദേ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ചേട്ടൻ തോമസ് ചേട്ടനോ ജേക്കബ് ചേട്ടനോ ആഘോഷിക്കുമ്പോൾ ഞാൻ അതിലേക്ക് പങ്കെടുക്കൂലെന്ന് എങ്ങനെ പറയും എന്നൊരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം? അവിടെയാണ് മതേതരത്വ രാജ്യമായ അല്ലെങ്കിൽ അയൽവാസിയെ പരിഗണിക്കേണ്ട ഇസ്ലാം പഠിപ്പിക്കുന്ന മഹത്തരമായ ഒരു പാഠം എന്താണ്? തൊട്ടടുത്ത് കിടക്കുന്ന ജോസഫ് ചേട്ടൻ അല്ലെങ്കിൽ തൊട്ടിപ്പുറം കിടക്കുന്ന ജേക്കബ് ചേട്ടൻ, ആ ചേട്ടന് ക്രിസ്മസ് ആഘോഷിക്കാൻ, ആ ചേട്ടന്റെ മക്കൾ ഭാര്യ അടക്കമുള്ള ആ ഒരു കൊച്ചു കുടുംബത്തിലെ അവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാത്ത തരത്തിൽ സാമ്പത്തികമായ ഞെരുക്കം പണിക്കൊന്നും പോകാതെ പ്രയാസപ്പെട്ട് എന്തെങ്കിലും അസുഖങ്ങളായി ബന്ധപ്പെട്ട് പ്രയാസപ്പെട്ട് കിടക്കുമ്പോൾ ചേട്ടൻ വന്നിട്ട് ചോദിക്കാണ്, ഒരു 1000 രൂപ കടം തരണം, എനിക്ക് എൻ്റെ മക്കൾക്കൊരു ഉടുപ്പ് വാങ്ങി കൊടുക്കാനാണ്, അതിന് ഞങ്ങളുടെ ആഘോഷത്തിലൊന്ന് പങ്കെടുപ്പിക്കാനാണ്, ഒരു 1000 രൂപ വായ്പ തരണമെന്ന് പറയുമ്പോൾ ആ വായ്പ കൊടുക്കുന്നതിലാണ് നമ്മുടെ മതേതരത്വമുള്ളത്. 1000 രൂപ ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ അവരെ സഹായിക്കുന്നതിലാണ് നമ്മുടെ മതേതരത്വം നമ്മൾ കാണേണ്ടത്. ഒരു ക്രിസ്മസ് സ്റ്റാർ അവരുടെ വീടിന്റെ ഉമ്മറത്ത് തൂക്കുമ്പോൾ ഇതിവിടെ പാടില്ല എന്ന് പറഞ്ഞ് അവരുമായി ശണ്ട കൂടാതിരിക്കുന്നിടത്താണ് നമ്മുടെ മതേതരത്വം നിൽക്കേണ്ടത്. അവരവരുടെ ആഘോഷങ്ങളുമായി പൊക്കോട്ടെ, ആർക്ക് തടസ്സം? അത് ഏറ്റെടുത്ത് നമ്മൾ വലിയ ക്രിസ്മസ് പാർട്ടികൾ നടത്തി, ക്രിസ്മസ് ഉത്സവങ്ങൾ നടത്തി, ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തി നമ്മളത് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ലോകത്ത് എല്ലാ മുസ്ലിമീങ്ങളും ആഘോഷിക്കുന്ന ആഘോഷങ്ങളല്ലേ ബലിപെരുന്നാൾ എന്ന് പറയുന്നത്? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സഹോദര മതത്തിൽപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും ഒരു ക്ലബ്ബോ ഏതെങ്കിലും ഒരു യൂണിറ്റോ ഏതെങ്കിലും ഒരു സംഘടനയോ ഏതെങ്കിലും ഒരു മതങ്ങളോ എവിടെയെങ്കിലും ഒരു വലിയൊരു നാൾ ഒരു പോത്തിനെ വാങ്ങി അറുത്ത് വിതരണം ചെയ്ത കഥ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വലിയൊരുനാളിന് മുസ്ലിമീങ്ങളുടെ ആഘോഷത്തിനോട് ബന്ധപ്പെട്ട് നമുക്കും ഒന്ന് ആഘോഷിക്കാമെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യാനിയോ ഒരു ജൂതനോ ഒരു ഹൈന്ദവനോ പോത്തിനെ വാങ്ങി അറുത്ത് ബലികർമ്മം നടത്തിയതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ നമ്മളെന്നാലും ഓണം നമ്മുടേതാണ്, ദീപാവലി നമ്മുടേതാണ്, ക്രിസ്മസ് നമ്മുടേതാണ്, നമ്മൾ സ്റ്റാറ്റസുകൾ ഇടുന്നു, നമ്മൾ ആശംസകൾ നേരുന്നു, നമ്മൾ ക്രിസ്മസ് പാട്ടുകൾ വെച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് നമ്മുടെ മനസ്സിലേക്ക് വരണം. ലൈസ മിന്നാ മൻ തശബ്ബഹ ബിഗൈരിനാ, നമ്മുടെ വിശ്വാസത്തിന് എതിരായി നിൽക്കുന്ന മറ്റ് വിഭാഗക്കാരോട് സദൃശ്യമായി പോകുന്ന ആളുകൾ അവർ നമ്മളിൽപ്പെട്ടവരല്ല. ലാ തശബ്ബഹു ബിൽ യഹൂദ്, നിങ്ങൾ യഹൂദികളോട് സദൃശ്യമാകരുത്. വലാ ബിൻ നസാറ, നിങ്ങൾ നസാറാക്കളോടും സദൃശ്യമാകരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്, അങ്ങനെ നിങ്ങൾ ആയി പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ കാര്യത്തിലും, വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ, മുടിവെട്ടുന്ന വിഷയത്തിൽ, താടി വളർത്തുന്ന വിഷയത്തിൽ, ഏത് കാര്യത്തിന്റെ വിധങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോട് എതിരായി നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് യഹൂദി നസാറാക്കളോട് മാത്രമാണ്. അതായത് ഡിസംബറിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന, നമ്മുടെ നാട്ടിലെ അല്ല, ക്രിസ്മസ് ആഘോഷിക്കുന്ന യഥാർത്ഥ യഹൂദി നസാറാക്കളോടാണ് നബിതങ്ങൾ സദൃശ്യമാകാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. ഏതുവരെ? നബിതങ്ങൾ നോമ്പനുഷ്ഠിക്കുന്ന വിഷയത്തിൽ പോലും യഹൂദി നസാറാക്കളോട്, ഇബാദത്തിന്റെ വിഷയത്തിൽ പോലും യഹൂദി നസാറാക്കളോട് സദൃശ്യമാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അത്തരത്തിൽ നബിതങ്ങൾ പറഞ്ഞ് വളരെ കർക്കശമായി പറഞ്ഞിട്ടുള്ളതാണ് മൻ തശബ്ബഹ ബിഖൗമിൻ, ആരെങ്കിലും ഏതെങ്കിലും ഒരു സമൂഹത്തിനോട്, സമുദായത്തിനോട് സദൃശ്യമായി പോയി കഴിഞ്ഞാൽ ഫഹുവ മിൻഹും, അവൻ ആ സമുദായത്തിൽപ്പെട്ടവനാണ്. ഇവിടെയല്ല റേഷൻ കാർഡ് വെട്ടൂല, ആധാർ കാർഡ് തിരുത്തൂല, അല്ലെങ്കിൽ ഇലക്ഷൻ ID കാർഡ് തിരുത്തൂല, വണ്ടിയുടെ RC ബുക്കിൽ പേരൊന്നും മാറ്റൂല,
പള്ളിയിലെ പേരിൽ നിന്നും പള്ളിയിലെ രജിസ്റ്ററിൽ നിന്നും ചിലപ്പോൾ പേരൊന്നും വെട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ പടച്ചവന്റെ മുന്നിൽ നാളെ ഹിസാബിന് വേണ്ടി മഹ്ശറയിൽ അള്ളാന്റെ മുന്നിൽ കണക്ക് സമർപ്പിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ 2024 ഡിസംബർ 25 നാം ക്രിസ്മസ് ആഘോഷിച്ചാൽ ആ ആഘോഷത്തിനെ പറ്റി അള്ളാന്റെ മുന്നിൽ സമാധാനം പറയാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ പറഞ്ഞതാണ് ഫഹുവ മിൻഹും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും മതേതര രാജ്യമായ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ മതേതരത്വം കാത്തു സൂക്ഷിക്കണം. അത് അവരുടെ ആഘോഷങ്ങൾ തടസ്സം വരുത്താതെയും അവരുടെ ആഘോഷങ്ങൾക്ക് ഭംഗം വരുത്താതെയും നാം നമ്മളായി നിന്ന് മുസ്ലിമായി നിന്ന് മതേതര രാജ്യത്തിൽ നമ്മൾ സന്തോഷത്തോടെ ഐക്യത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും ഈ രാജ്യത്ത് സന്തോഷത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി